വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ ഗാജിത്. അപ്പം എൻ്റെ ചേച്ചിയുടെ കല്യാണമായിരുന്നു. അപ്പോൾ തലേദിവസം നടന്ന കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ തന്നെ ഇവർ അമ്പലത്തിൽ പോയിരുന്നു, ഞാൻ പോയില്ല. അമ്മയുടെ വീട് കോട്ടയത്താട്ടോ. അപ്പോൾ അവിടെയാണ് കല്യാണം നടക്കുന്നത്. അവിടുത്തെ 2 അമ്പലത്തിലാണ് പോയത്. ആദ്യം പോയത് വെള്ളുത്തുരുത്തി എന്ന് പറഞ്ഞൊരു അമ്പലത്തിലാണ്. ഞാൻ കൂടെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവർ വീഡിയോ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വ്ളോഗിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാമെന്ന്. ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും കുഞ്ഞു സാധനം. ആദ്യം എനിക്കായിരുന്നു ആ പദവി, ഇപ്പോൾ ഇവളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തേക്കുവാണ്. അപ്പോൾ രണ്ടാമത് പോയത് തിരുനക്കര എന്ന് പറഞ്ഞൊരു അമ്പലത്തിലാണ്. അവിടെ കുറേ പ്രാവൊക്കെ ഉണ്ട്. അപ്പോൾ പൊന്നൂസ് കുറേ നേരം പ്രാവിൻ്റെ കൂടെയൊക്കെ നടക്കുന്നു. അങ്ങനെ എന്തൊക്കെയോ ഇവിടെ പിരിപ്പാണ്. കുറേ നേരം കഴിഞ്ഞിട്ട് അവർ വന്നത്. എന്തൊക്കെയോ സാധനം മേടിക്കാനുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഒരു കല്യാണം വരുമ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ള സന്തോഷമാണല്ലോ, എല്ലാവരെയും കാണാം, സംസാരിക്കാം, അതൊക്കെ. അപ്പോൾ അതൊക്കെ തന്നെ അവിടെ നടക്കുന്നതും. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണ പെണ്ണ്. ഇതാണ് എൻ്റെ അമ്മ, അമ്മയുടെ ചേച്ചിയുടെ മോളാട്ടോ ഇത്. അയ്യോ, അന്നത്തെ ദിവസം കുറേ പിള്ളേരുണ്ടായിരുന്നു. അവിടെ ഭയങ്കര ബഹളമായിരുന്നു. വൈകിട്ട് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് ഒരുങ്ങാൻ പോകണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളും കൂടെ പോകാമെന്ന്. എന്തായാലും കാറിലാണ് പോകുന്നത്, അപ്പോൾ ഞങ്ങൾ കൂടെ ഇരുന്നാൽ മതിയല്ലോ. ഒരു ദിവസം ഞാൻ വീടിൽ ഒരു ഫ്രണ്ടിനെ കിട്ടിയോ, വന്നപ്പോഴേ ആളിനെ വിളിക്കുവാണ്. ഉറക്കത്തിൽ എണീറ്റ് വന്നതാണ്. അപ്പോൾ ഫുഡൊക്കെ കാറിൽ ഇരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദൂരമുണ്ട് പാളിലേക്ക്. അപ്പോൾ അത്രയും നേരം നമ്മൾ സംസാരിച്ച് പാട്ടൊക്കെ പാടിയിരിക്കുമായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര വിരുപ്പ്. അവിടുത്തെ സാധനങ്ങളെല്ലാം എടുക്കുന്നു. അവിടെ ഒരു മൈലാഞ്ചി ഇരുന്നു, ആ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ഓരോരോ ആദ്യം ഞങ്ങൾ വിചാരിച്ച് കൊണ്ടുവിട്ട് പോകാൻ വേണ്ട ഒരാൾ തിരിച്ച് വിളിക്കാൻ വന്നാൽ മതിയല്ലോ. പിന്നെ ഞങ്ങൾ വിചാരിച്ച് 4 വട്ടം വരുന്നേക്കാളും നല്ലതല്ലേ, 2 മണിക്കൂറിലെ കാര്യമല്ലേ ഇവിടെ തന്നെ ഇരിക്കുക. അതിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തെങ്കിലും സ്നാക്സ് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചേച്ചിയോട് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴി കണ്ട കടയാണ്. അപ്പം ഞാനും ചേച്ചി അവിടെ നിന്ന് ഉള്ളിവട വാങ്ങി. അവർ മുട്ടപ്പച്ചി എത്തിക്കപ്പം അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു. എന്തുവാ തിന്നേ? അവിടുന്ന് കുറച്ച് പോയപ്പോഴത്തേക്ക് ചേച്ചി സർബത്ത് വേണമെന്നെന്തോ പറഞ്ഞു. അപ്പോഴത്തേക്ക് സർബത്തിന് പോയതാണ്. പക്ഷെ ഞങ്ങൾ വാങ്ങിച്ച സാധനം വേറെയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീട് വന്ന് ചേച്ചിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ജ്യൂസ് മേടിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും ചേച്ചി റെഡി ആയി കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട്. ചേച്ചിക്കാണ് ഭയങ്കര ടെൻഷൻ. മേക്കപ്പ് കൂടുതലാണോ, ആരെല്ലാം ഇതൊക്കെ പറയുമോ, ഓവറാണോ എന്നൊക്കെ. പക്ഷെ ഫോട്ടോയിൽ വരുമ്പം ഈ ഇട്ടേക്കുന്ന മേക്കപ്പ് ഒന്നും കാണത്തില്ലല്ലോ. ാണ് 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഫംഗ്ഷൻ. എന്നാലും നമുക്ക് ഇച്ചിരി നേരത്തെ ചെല്ലണമല്ലോ. ലൈറ്റ് പോകുന്നതിന് മുമ്പ് 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ്ടേ. അങ്ങനെ എല്ലാവരും റിയാക്ഷനൊക്കെ കാണാൻ വേണ്ടി ചേച്ചി പോവാണ്. പിന്നെ ഞങ്ങൾ റെഡി ആയില്ലായിരുന്നു. ഞങ്ങൾ ഇട്ടിരുന്ന ഡ്രസ്സിലാണ് ചേച്ചിയിലൂടെ പോയത്. ആർക്കും റിയാക്ഷൻ എന്നിട്ട് പുടവേ ഉണ്ട്. പിന്നെ മെഹന്തി പോലെ ചെറിയൊരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം അവരെവിടെയോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാറിലൊക്കെയാണ് കൊണ്ടുപോയത്. പിന്നെ വിചാരിച്ചു ലൈറ്റ് പോകാറായി, ഇനി അതൊന്നും നടക്കത്തില്ല, ഇവിടെ നിന്ന് 2-3 ഫോട്ടോസ് എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു അവർ. ഇടയ്ക്ക് വെച്ച് ചേച്ചി ഞങ്ങളുടെ വെച്ചിട്ട് പോയി. അല്ലെങ്കിൽ എനിക്ക് റെഡിയാവാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ ഫംഗ്ഷൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ.